Surround sound by Dolby Audio. ഇതാണ് ബോട്ട് അവകാശപ്പെടുന്ന ADOPS 800ലെ പ്രധാനപ്പെട്ട സവിശേഷത. എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 1799 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ എത്തിയിട്ട് ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടും ആ സെയിം റേറ്റിൽ നിൽക്കുന്ന ADOPS 800 നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ADOPS 800 നിങ്ങൾക്ക് വേണോ എന്ന് ഉറപ്പായിട്ടും ഇൻസ്റ്റോളുള്ള ദീപ് സ്റ്റോളിൽ അവിടെ നിങ്ങൾക്ക് വാങ്ങിയാൽ ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ചിട്ടു. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക ദീപ് സ്റ്റോർ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് ADOPS 800. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ കേസ് കവറിന്റെ കാര്യം പറയുമ്പോൾ ബോട്ടിന്റെ പഴയകാല ആ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുപോകുന്ന രീതിക്കാണ് ഇവിടെയും നമുക്ക് ആ ഒരു ബൾക്കി ടൈപ്പ് ഡിസൈനിലുള്ള ഒരു കേസ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇത് എന്തുകൊണ്ടാണ് അവരിങ്ങനെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. CMFI നത്തിങ് ബട്ട്സ് ഉണ്ടല്ലോ, ഇനി അതിന്റെ ആ ഒരു ഡിസൈനിൽ ഇൻസ്പയർ ആയിട്ടാണോ ഇതങ്ങോട്ട് നിർമ്മിച്ചതെന്നും എനിക്ക് അറിയത്തില്ല പറയാനായിട്ട്. കാരണം കുറെ നാളായിട്ട് ബോട്ടിലൊരു കോമ്പാക്ട് സൈസ് അല്ലെങ്കിൽ കോമ്പാക്ട് ഡിസൈനോട് കൂടിയാണ് കേസ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് വീണ്ടും ഒരു ബൾക്കി ടൈപ്പ്, മേ ബി ആ ഒരു CMFI നത്തിങ് ബട്ട്സിന്റെ ആ ഒരു ഡിസൈനിൽ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കാം ഇതിലേക്ക് വന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്, ഇതല്ലാണ്ട് ബ്ലൂ, ഗ്രീൻ, വൈറ്റ് എന്നിങ്ങനെ മറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു മാറ്റ് ഫിനിഷ് ആണ് കേസ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് ഇല്ല നമ്മൾ റഫ് യൂസ് ചെയ്താൽ പോലും. ബോട്ടിന്റെയും ഡോൾബി ഓഡിയോയുടെയും ലോഗോ മുകളിൽ കാണാം, മുന്നിലൊരു LED ഇൻഡിക്കേറ്ററും സൈഡിലൊരു ടൈപ്പ് C പോർട്ടും കാണാം. 400 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു കേസിനുള്ളത്. അതുകൊണ്ട് തന്നെ അപ് ടു 40 hours കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 2 മണിക്കൂറാണ് 100% ഇത് ചാർജ് ആകാനായിട്ട്. 5V2A ആണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിങ് അഡാപ്റ്റർ. നിങ്ങളൊരു ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുന്നെങ്കിൽ പോലും അതിനകത്ത് 5V2A ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെച്ച് ചാർജ് ചെയ്തോളൂ. എന്നാൽ 5V3A അല്ലെങ്കിൽ 3.1 എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് കേസ് കവർ കേട്ടോ. പിന്നെ ടൈപ്പ് C ആയതുകൊണ്ട് ജസ്റ്റ് 5 മിനിറ്റ് ചാർജ് ചെയ്താൽ മതി, 100 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസിൽ നിന്ന് കിട്ടുന്നതാണ്. ഇനി ഒരു ലിഡ് ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമായിട്ട് ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ കണക്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ ഒരു വിൻഡോ പോപ്പപ്പ് ആയി വരും. ജസ്റ്റ് നമ്മൾ ഒരു ടാപ്പിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇതിനകത്ത് ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ട്. കൂടാതെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പരുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും ലിഡുകൾ എപ്പോഴൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്താലും. കാരണം ഇൻസ്റ്റാ വേക്കൻ പേ ടെക്നോളജി ഇവിടെ നമുക്ക് കിട്ടും. പിന്നെ ആ ഒരു ലിഡിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല സ്ട്രോങ് ആണ്. പൊതുവെ CMFI നത്തിങ് ബട്ട്സിലൊക്കെ എല്ലാവരും പറയുന്നൊരു കുറ്റമാണ് ഈ ഒരു ലിഡ് ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. എന്നാൽ ഇവിടെ ബോട്ട് അതൊക്കെ മേ ബി മുന്നിൽ കണ്ടിട്ടായിരിക്കാം നല്ല ക്വാളിറ്റി ഉള്ള ലിഡാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇയർബഡുകളുടെ ഇടയിലായിട്ടൊരു ബട്ടൺ കാണാം, ഇതാണ് ഇവിടുത്തെ റീസെറ്റ് ബട്ടൺ എന്ന് പറയുന്നത്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ്. എന്തായാലും എന്നെ ബോട്ട് ഡിസപ്പോയിന്റഡ് ആക്കിയില്ല. കാരണം നിർവാണ അയോൺ അല്ലെങ്കിൽ അയോൺ ANC ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 452 ANC ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു ബൾക്കി ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈനാണ് ഇയർബഡുകളിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആ ഒരു വെയറിംഗ് കംഫർട്ട് ആയിരിക്കും ഇവിടെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് കിട്ടുക. പൊതുവെ ചെറിയ ചെവികളുള്ളവർക്ക് ഇപ്പൊ നിർവാണ അയോണൊക്കെ വെക്കുമ്പോഴത്തേക്ക് വെയറിംഗ് കംഫർട്ട് ഇല്ല, അല്ലെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്ക് ഇയർ പെയിൻ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. പക്ഷെ നിർവാണയിലേക്ക് ആ ഒരു മ്യൂസിക് ക്വാളിറ്റി പറയണമെങ്കിൽ നല്ലതാണ്, എന്നാൽ ഈ ഒരു വെയറിംഗ് കംഫർട്ട് കൊണ്ട് പലരും അങ്ങോട്ട് മേടിക്കത്തില്ല. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം മേ ബി ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു കോമ്പാക്ട് സൈസ് ആക്കിയത്. സോ ഏതൊരു സൈസ് ചെവിയുള്ളവർക്കും ഉറപ്പായിട്ടും ഇത് നല്ല രീതിക്ക് ആ ഒരു വെയറിംഗ് കംഫർട്ട് തരുന്നുണ്ട്. നല്ല പാസീവ് നോയിസ് ക്യാൻസലേഷനും ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇപ്പോൾ ഒരു ക്രൗഡ് പ്ലേസിൽ പോയിട്ട് നമ്മൾ പാട്ട് കേൾക്കുക, ഗെയിം കളിക്കുക, ഒരാളത്ത് മിണ്ടുമ്പോഴത്തേക്ക് അങ്ങനെ ആ ഒരു ക്രൗഡ് അഫക്ട് ചെയ്യത്തില്ല. എന്നാൽ ആ ഒരു ക്രൗഡ് അഫക്ട് ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇയർബഡുകൾ അങ്ങോട്ട് ഊരിയിട്ട് കേസിൽ വെക്കുക, അല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗമില്ല. കാരണം ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഇതിനകത്തില്ല. ഇനി ഇയർബഡുകളിലേക്ക് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ 10mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഇവിടെ നമുക്ക് കാണുക. കൂടാതെ ആ ഒരു ഡിസൈൻ ബോട്ടിന് ലോഗോ പറയലുണ്ട്, അവിടെ ആ ഒരു ഡിസൈൻ നല്ല രസമുണ്ട്, ഒരു യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആണ്. LED ഇൻഡിക്കേറ്റർ കാണാം. പിന്നെ ആ ഒരു ചെവിയുടെ ഭാഗം എന്ന് പറയുന്ന ഒരു ഗ്ലോസി ഫിനിഷ് ആണ്. 35 mAh ബാറ്ററി കപ്പാസിറ്റി ഇവിടെ ഉള്ളതുകൊണ്ട് അപ് ടു 6 to 8 hours എന്തായാലും നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനൊരു പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്ക് പിന്നെ ഒരു 80% 60 to 80% ഞാൻ കേട്ടതെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു ലെവലിൽ കേട്ടപ്പോഴത്തേക്ക് 2 മണിക്കൂറായിട്ട് ഒരു 80% ബാറ്ററി നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം 6 to 8 hours ഉറപ്പായിട്ടും ഈ ഒരു ഇയർബഡിൽ നിന്ന് സിംഗിൾ പ്ലേ ടൈം കിട്ടും. ഇനി നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മണിക്കൂർ കിട്ടി അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. പുതുതായിട്ട് മേടിക്കുന്നവർക്ക് അത് യൂസ്ഫുൾ ആവട്ടെ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോട്ട് ADOPS 800 നിന്ന് ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻറ്റോളില്. ഞാൻ ആക്ച്വലി നോർമലാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് സ്ക്വാഡ് മൈക്ക് വിത്ത് AI ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും 2 മൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ ആണ്. സോ ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മളിത് വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ? ആ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഇൻറ്റോളിൽ ഞാൻ നോർമലി സംസാരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ഒരാളത്ത് വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കുന്ന ആ ഒരു ഔട്ട്പുട്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ.
ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ 100% പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99.9% പാട്ടുകളിലും. പിന്നെ ഇതിൽ എനിക്ക് മനസ്സിലായ ഒരു സംഭവം വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡോൾബി ഓഡിയോ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോൾബി ഓഡിയോ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്, കൂടാതെ സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മോഡും ഉണ്ട്. ഇതാണ് പൊതുവെ നമുക്ക് 2 EQ മോഡ്സ് ഇവിടെ ഉള്ളത്. ഈ ഡോൾബി ഓഡിയോയിലേക്ക് വന്നിട്ട് നമ്മൾ പാട്ട് കേൾക്കാൻ നിൽക്കുവാണെങ്കിൽ ചില പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്കൽ തന്നെ ഡബിൾ ആയിട്ട് കേൾക്കുന്നു. അതായത് ഒരു എക്കോ, ഭയങ്കര ഒരു അരോചകമായിട്ടുള്ളൊരു എക്കോ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ആ ഡോൾബി ഓഡിയോ മാറ്റിയിട്ട് സിഗ്നേച്ചർ സൗണ്ടിലേക്ക് വന്നു. ചില മെലോഡിയസ് പാട്ടുകളിലാണ് കേട്ടോ ഈ ഒരു ഫീൽ ഉണ്ടായത്. എന്നാൽ നോർമലി നമുക്ക് കേൾക്കുന്ന ആ ഒരു R&B അല്ലെങ്കിൽ റോക്ക് അതിലൊന്നും അങ്ങനെ വലിയ പ്രശ്നമില്ല. പക്ഷേ മ്യൂസിക് കേൾക്കാനായിട്ട് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മുടെ സിഗ്നേച്ചർ സൗണ്ടാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സിഗ്നേച്ചർ സൗണ്ടിലായിരിക്കും അത് കൂടുതലായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യുന്നത് പാട്ടുകൾ. എന്നാൽ മൂവീസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഈ ഒരു ഇയർബഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു സിനിമ ഫുള്ളിരുന്ന് കണ്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഡോൾബി ഓഡിയോ ഒന്ന് നേരെ അങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യും സിഗ്നേച്ചർ സൗണ്ടിലേക്ക്, എന്നിട്ട് വീണ്ടും നമ്മുടെ ഡോൾബി ഓഡിയോയിലേക്ക് വരും. അപ്പോൾ എനിക്ക് അവിടേക്ക് എനിക്ക് മനസ്സിലായത് ഡോൾബി ഓഡിയോ നല്ല രീതിക്ക് പെർഫെക്റ്റ്ലി വർക്ക് ആവുന്നത്. പെർഫെക്റ്റ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഉള്ള 1799 അത്രേ ഉള്ളൂ. അത് പക്ഷേ വർക്ക് ആവുന്നത് നമ്മുടെ മൂവീസ് കാണുമ്പോഴാണ് കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉറപ്പായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളത്. ഒരു പരിധി വരെ അത് ശരിയാണ്, പക്ഷെ ഭയങ്കര രീതിക്ക് ഒരു 100% ഭയങ്കര ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ ഇല്ല. എനിക്ക് തോന്നിയൊരു കാര്യം വെച്ചാൽ ഈ ഒരു മൂവീസ് കാണുന്ന സമയത്ത് കുറച്ചുകൂടി ആ ഒരു സൗണ്ട് ഔട്ട്പുട്ട് ഉണ്ടല്ലോ കുറച്ചുകൂടി എൻഹാൻസ്ഡ് ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നി. അതർവൈസ് കുഴപ്പമില്ല, കുറച്ച് ആ ഒരു സറൗണ്ടിങ് എഫക്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഡോൾബി ഓഡിയോയിൽ തന്നെ നമ്മൾ നിൽക്കണം. എന്തായാലും നിങ്ങളൊരു സിനിമ ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു ഡോൾബി ഓഡിയോയിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും സാധാരണ ഇയർബഡുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടാണ്. അല്ലാണ്ട് ഭയങ്കര ആ ഒരു തിയേറ്ററിക് ഫീൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഓക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ആ ഒരു സറൗണ്ടിങ് എഫക്റ്റോട് കൂടിയിട്ട് സിനിമകൾ എൻജോയ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾ ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സിഗ്നേച്ചർ സൗണ്ടിൽ പോയിട്ട് ബേസിന്റെ ആ ഒരു ഡോമിനേഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് പാട്ടുകളും കേൾക്കാൻ സാധിക്കും. പിന്നെ EQ മോഡ് നമുക്ക് ആ ഒരു ഹിയറബിൾ ആപ്പിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങോട്ട് കസ്റ്റമൈസ് ചെയ്യാം. പിന്നെ ആ ഒരു ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കുറച്ച് EQ മോഡ്സ്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ചേഞ്ച് ഓവറും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓവറോൾ എന്തായാലും മ്യൂസിക് ക്വാളിറ്റിയിൽ ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മുടെ ബോട്ട് ഹിയറബിൾ ആപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും AirDops 800 ഇവിടെ കാണാം. അത് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലെ ബാറ്ററി പെർസെൻറ്റേജ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ബാറ്ററി പെർസെൻറ്റേജ് ഇവിടെ കാണാം. കൂടാതെ സൗണ്ടിൽ നമുക്ക് EQ മോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അത് നമുക്ക് കണ്ടോ ബാലൻസ്ഡ് പോപ്പ്, റോക്ക്, ജാസ്, ക്ലബ്ബ്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡോൾബി ഓഡിയോ ഇവിടെ വന്നിട്ട് ഓണോ ഓഫോ ആകാൻ സാധിക്കും. പക്ഷേ ഇതിലെന്തോ ചെറിയൊരു ഇഷ്യൂ, ആക്ച്വലി ഈ ഒരു ബഗ് ഇവിടെ ഉണ്ട് കണ്ടോ. നമ്മളിപ്പോൾ മൂവീസ് കൊടുക്കുമ്പോഴത്തേക്ക് നോക്കിക്കോളൂ നല്ല രീതിക്ക് കണ്ടോ ലാഗ് അടിക്കുവാണ്. അതെന്താണെന്ന് അറിയത്തില്ല, വീണ്ടും കണ്ടോ ബാക്കിലോട്ട് പോകും. അപ്പോൾ അതെന്തോ ഒരു ചെറിയൊരു ബഗ്ഗാണ്. എന്നാൽ നിങ്ങൾക്ക് ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ ഇടയിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു EQ മോഡ് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ടച്ചിലേക്ക് പോകുവാണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടോ ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ഫങ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇനി സിസ്റ്റത്തിലേക്ക് പോകുവാണെങ്കിൽ ഇവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇവിടെ ഒരു ഫേംവെയർ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുവാണേ. ഇത് നടക്കട്ടെ, കാരണം നമുക്കൊന്ന് നോക്കാം ആ ഒരു ഡോൾബി ഇതിനകത്ത് വന്നിട്ട് ചേഞ്ച് ഓവർ ചെയ്യുമ്പോഴത്തേക്ക് ഇനി ആ ഒരു ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. ഫേംവെയർ അപ്ഡേഷൻ എന്തായാലും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. മൂവീസ് ഞാൻ അങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യുവാണ്. കണ്ടോ ഇപ്പോൾ കുഴപ്പമില്ല. അതായത് ഇതിൻ്റെ ഒരു ബഗ്ഗായിരുന്നു, എന്നാൽ അതൊരു അവർ ആ ഒരു ഫേംവെയർ അപ്ഡേഷനിലൂടെ ശരിയാക്കിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടാതെ യൂസർ മാനുവൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം. അതേപോലെ തന്നെ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഓണും ഓഫും ആക്കാം, ഇന്നിയർ ഡിറ്റക്ഷൻ ഓണും ഓഫും ഒക്കെ ആക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോട്ട് ഹിയറബിൾ ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത ഇതിനകത്ത് ഇന്നിയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെവിയിൽ വെച്ച് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരാൾ വരുവാണെങ്കിൽ പെട്ടെന്ന് ഇയർബഡുകൾ ഇങ്ങനെ ചെവി നൂറുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പാട്ട് പോസ് ആവും. വീണ്ടും നമ്മൾ ചെവിയിൽ വയ്ക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പ്ലേ ആവും. കൂടാതെ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. അതായത് അറ്റ് എ ടൈം നമുക്ക് 2 ഡിവൈസുകളിൽ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ 50 ms ലോ ലേറ്റൻസി മോഡ് അല്ലെങ്കിൽ ബീസ്റ്റ് മോഡ് നമ്മുടെ PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണോ നോക്കാവേ. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്പ്രേ ആയിട്ട് കൈയെടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയേ. ഇനി സിംഗിൾ ടാപ്പ്. SBC കോഡക്കിലേക്ക് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഒരു ഗെയിം മോഡ് ഓണാക്കിയത്. അതുകൊണ്ട് തന്നെ 50 ms മാക്സിമം ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഔട്ട്പുട്ട് നമുക്ക് എന്തായാലും ഇവിടെ പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ടല്ലേ. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഒരു ലാഗ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യും. എന്നാൽ നോർമൽ പ്ലെയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചങ്ങോട്ട് പോകാനും സാധിക്കും. എന്തായാലും ഇത്രയാണ് ഈ ഒരു ബോട്ട് എയ്ഡോപ്സ് 800നെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് പറയാണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ തോന്നുന്നത്. 1799 സ്പെഷ്യൽ ലോഞ്ച് ഓഫർ ആണ്. ഇനി 2000 ആവോ 2500 ആവോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും 1799 രൂപയ്ക്ക് 2000 രൂപയ്ക്കുള്ളിൽ നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ ഇല്ലെന്ന് വെച്ചാൽ ഞാൻ പറയണത്, നിങ്ങളൊരു സിനിമ എപ്പോഴും ഇങ്ങനെ സിനിമ കാണുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് വർത്ത് ബൈങ് ആണ്. കാരണം ആ ഒരു ഡോൾബി ഓഡിയോ അങ്ങോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സിനിമ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. കൂടാതെ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ബേസ് തന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഒരു സിഗ്നേച്ചർ സൗണ്ട് ചെയ്യുന്നത്. സോ ഓവറോൾ ഉറപ്പായിട്ടും നിങ്ങളൊരു മ്യൂസിക് ലവർ ആയിക്കോട്ടെ മൂവി ലവർ ആയിക്കോട്ടെ ഇതിലേക്ക് പോയിക്കോളൂ. പിന്നെ ആ ഒരു മൈക്കോൾട്ട് നിങ്ങൾ കേട്ടല്ലോ, ആ ഒരു കോളിംഗ് പർപ്പസിന് വേണ്ടി അത് മതിയെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ ആ ഒരു ഗെയിം ടെസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, അതുമൊക്കെ മതിയെങ്കിൽ ഉറപ്പായിട്ടും 1799 ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ബോട്ട് എയ്ഡോപ്സ് 800 എന്നുള്ളതിൽ വേറൊരു സംശയമല്ല. നിർവാണ മേടിക്കണോ അല്ല എയ്ഡോപ്സ് 800 മേടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു കമ്പാരിസൺ അത് ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ. അതിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം ഏത് മേടിക്കണം എന്നുള്ളത്. ഓവറോൾ എന്തായാലും വെയറിംഗ് കംഫർട്ട്, പിന്നെ ആ ഒരു ബേസ് ഭയങ്കര വലിയ രീതിക്ക് ആ ഒരു ബേസ് ഒന്നും വേണ്ടെങ്കിൽ ഈ ഒരു എയ്ഡോപ്സ് 800 തന്നെ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ ഈ രണ്ട് പ്രോഡക്റ്റുകളിലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബോട്ട് എയ്ഡോപ്സ് 800നെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും പിന്നെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.